ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലായി മുട്ടക്കറി അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. 1/2 ഇഞ്ച് കനമുള്ള ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി വെള്ളമില്ലാതെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം. അതുവരേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഇളക്കി യോജിപ്പിക്കാൻ. അതിനുശേഷം പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നതിനായിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ആവാതെ ശ്രദ്ധിക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മലായി എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ.